സാറേ, ലെബനനിലെ ജനങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. നമുക്കൊരു സമാധാന കരാർ ആവശ്യമുണ്ട്. അത് നമുക്കിപ്പോൾ തയ്യാറാക്കണം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇത് പറയുന്നത് ഹിസ്ബുള്ളയുടെ തലവനാണ്, ഹസൻ നാസറുള്ള. അങ്ങനെ അദ്ദേഹം പറയാണ്, നമുക്ക് സമാധാന കരാർ വേണം. അങ്ങനെ തിരിച്ചറിവ് വന്നു. അതായത് പറയുന്നത് പേജർ ആക്രമണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടതാണ്. അപ്പോൾ ആ പേജർ ആക്രമണത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. അല്ല, അത് ഇവിടെ ഉള്ളവരൊക്കെ സമ്മതിക്കും, മത ഇസ്ലാമികരെ സമ്മതിക്കും. കേരളത്തിലുള്ളവരോ? അവരല്ലേ കാര്യങ്ങൾ തീരുമാനിക്കും. അവരിവിടെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അനുഭവിക്കുന്നവരല്ലേ. അവർ സമ്മതിക്കണം. അവർ സമ്മതിച്ചാലല്ലേ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇവിടെ രാഷ്ട്രീയം എങ്ങനെ പോകണം, ദേശീയ രാഷ്ട്രീയം എങ്ങനെ പോകണം, ദേശീയ രാഷ്ട്രീയം എന്ത് പോകണം, ട്രംപ് എന്ത് ചെയ്യണം എന്നൊക്കെ ഇവരല്ലേ തീരുമാനിക്കുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഭയങ്കര സപ്പോർട്ട്. നിങ്ങൾ കാണുന്നവരെന്നല്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുനിന്ന് വല്ലതും നോക്കണ്ട, ഉള്ളെന്ന് ഇൻക്ലൂഡിങ് BJP-ക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശരി, നിങ്ങൾ വിചാരിക്കുന്നൊന്നല്ല. ഇൻക്ലൂഡിങ് BJP-ക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ, ഉള്ളിൽ കൂടെ, പുറത്തില്ല. അത് നോക്കിയാൽ മതി. ഞാനും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഒരു സത്യം കേൾച്ചു തന്നാൽ നിങ്ങൾ വിചാരിക്കുക ആളുകൾ ആദ്യം കൈതരാർക്കാന്ന് എനിക്കാന്നല്ലേ? അല്ല, ജമാഅത്ത് ഇസ്ലാമിക് ആണല്ലോ. അപ്പൊ കാര്യവിവരമുണ്ട്. അതാണ്. ഞാനും SDPI-യുടെ ഒരാളും കേൾച്ചെന്ന് വിചാരിച്ചു. ആർക്കായിരിക്കും? എന്നെ മൈൻഡ് ചെയ്യലും ഇല്ല. വളരെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങനെയാണ്. ഒന്നും നമുക്കൊന്നും വോട്ട് ബാങ്ക് ഇല്ല, നമ്മളെ കയ്യിൽ പൈസ ഇല്ല. ഈ പൈസ ഇല്ലാത്തവനും വോട്ട് ബാങ്ക് ഇല്ലാത്തവനൊന്നും ഇവർക്കൊന്നും ഒരു വിലയില്ല. പിന്നെ നമ്മൾ മാത്രമുള്ള വേദിയിൽ നമ്മൾ വലിയ സംഭവമാണ്, ആനാണ് കുതിരാണെന്നൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. ഇൻ റിയാലിറ്റി വരുമ്പോൾ എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിലേക്കൊന്നും പോകാത്തത്. അറിയാവുന്ന, പിന്നെ നമുക്ക് അവരെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങളീ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിംസിനിടെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, RSS ഞാൻ പറയില്ല, RSS രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ വില മതിക്കുന്ന ഒരു വിഭാഗമാണ് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. അത് ഐഡിയോളജിക്കലായിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിൽ പോലും അത് വോട്ട് ബാങ്ക് കൊണ്ടാണോ പൈസ കൊണ്ടാണോ എനിക്കറിയില്ല. രണ്ട്, ഈ പറയുന്ന SDPI-ക്കാരോട് പക്ഷേ BJP-ക്കാർ കോംപ്രമൈസ് നിൽക്കില്ല, അവർക്കത് പറ്റില്ല. അതായത് പകൽ വെളിച്ചത്ത് പറ്റില്ല, അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാവരും നാലാൾ ക്യാമറ നിന്നെ കൈയോടും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ മനസ്സിലായപ്പോൾ ഞാനൊക്കെ രാഷ്ട്രീയം വിട്ടത്. കാരണം നമുക്കൊന്നും അവിടെ ഇനി നമ്മളവിടെ വെക്കണം, നമ്മളല്ലാതായി മാറണം. സ്പേസ് ഇല്ലാതാവും. അല്ല, നമ്മളല്ലാതായി മാറണം. ഈ ചില ആളുകൾ പറയാറില്ല അവൻ ബേസിക്കലി ജിഹാദിയാണെന്നൊക്കെ നമ്മളെ കൊണ്ട് ഇപ്പം ഇല്ലാത്ത പറയാറില്ലേ. ഇല്ലാത്ത ആയതുകൊണ്ട് നമുക്ക് വലിയ കുലുക്കൊന്നുമില്ല, കേൾക്കാൻ നമ്മൾ ചിരിക്കും. നമ്മൾ അങ്ങനെയും മാറേണ്ടി വരും. അങ്ങനെയാണ് പിന്നെ വലിയ സ്വീകാര്യത കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ അവിടെ നിന്നാ പറയരുത്. അപ്പോൾ അതുകൊണ്ട് ഇവന്മാർ സംഭവിക്കുന്നുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഇവന്മാർക്ക് ഇപ്പോഴാണ് ബോധം വെച്ചല്ലേ. ഇസ്രായേലുകാർ കുറേ കാലമായിട്ട് പറയുന്നത് മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. കാരണം അവർക്കറിയാം ഈ പറഞ്ഞാൽ ഇവർ കേൾക്കില്ലെന്നറിയാം. ഇവർ കേൾക്കില്ലെന്ന് ഇസ്രായേലുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ യുദ്ധം ചെയ്യണമല്ലോ. ഇപ്പം ഇവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇസ്രായേൽ കേൾക്കുമെന്ന് നോക്കണം. അടി കിട്ടിയ നാഷണലേ കേൾക്കുന്നത്. ഇനി നമുക്ക് അല്ല, ഇസ്രായേൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ രണ്ടാം യുദ്ധം, അതായത് മറ്റേ ഹമാസുമായിട്ടുള്ള അല്ല, അവര് പറയാൻ എങ്ങനെയാണ് ഇവർക്ക് ഇനിയിപ്പം നമ്മൾ സമാധാനം നമ്മൾ കൈ കൊടുത്താൽ ഇവര് അതിന്റെ പുറത്ത് റീചാർജ് ചെയ്യും. എന്റെ ലീഡർഷിപ്പിനെ ഞങ്ങൾ ഫിനിഷ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ സമാധാനത്തിന് വന്നത്. അടുത്ത ലീഡർഷിപ്പിനെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പൊ ഇസ്രായേൽ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. അതാണ് നിങ്ങൾ ഒരാളെ സന്ധി ചെയ്യുന്ന ആരോഗ്യവാനായിരിക്കുമ്പോൾ വേണം. അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അഹിംസ എന്ന് പറഞ്ഞത് ജോൺ റിച്ചാർഡിന്റെ ആയുധമല്ല. ജോൺ റിച്ചാർഡ് ബാബുവിനെ മസിലൊന്നുമില്ലല്ലോ. ഇല്ല. ഈ അഹിംസ എന്ന് പറഞ്ഞാൽ ആർണോൾഡ് ഷ്വാസ്നഗറിന്റെയും അണ്ടർടേക്കറിന്റെയും ബാബുവിന്റെയും ടോവിനോ തോമസിന്റെ ഒക്കെ ഭാഗമാണ്. ഒരു 4 പേരും ക്രിസ്ത്യാനിയാണേ. നല്ല മസിലൊക്കെ ഉള്ള പവർഫുള്ളായ ആളുകളാണ് ഇവര്. ഒരുത്തൻ ഇപ്പൊ ജോൺ അയാളെ പോയി തല്ലി, ടോവിനെ വിളിച്ചിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞാൽ അത് അഹിംസയാണ്. അല്ലാതെ ടോവിനോ വന്ന് ജോണിനൊന്നും തല്ലി, ജോണ് മോനെ വാ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നത് അഹിംസ അല്ല, പരിഹാസ്യതയാണ്. അത് ഞാൻ മനസ്സിലായല്ലോ. ഇപ്പൊ ജോണിന്റെ ബുദ്ധിശക്തിയിലെ കവിത എഴുതാനുള്ള കഴിവോ ആ രീതിയൊന്നും ടോവിനൊക്കെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഫിസിക്കലി ഹീസ് വെരി സ്ട്രോങ്. അപ്പം ആ രീതിയിലാണ് ഞാൻ ബേസിക്കലി കണ്ടിട്ട് മാത്രമല്ല, അവന്റെ എക്സസൈസ് ഞാൻ ഇതിൽ ഇൻസ്റ്റയിൽ കാണാറുണ്ട്. അവന്റെ അച്ഛനും കൂടിയുള്ള നല്ല രസമാണ്. ഒരുപാട് ഇത് സാധനങ്ങൾ ഉണ്ടാവാം. അവൻ ഒരു നല്ല ഫ്ലെക്സിബിൾ ആയുള്ള ബോഡിയാണ്, നല്ല ബോഡിയാണ്. അപ്പം അതാണ് അതിൻ്റെ. അപ്പം ശക്തന്റെ ആയുധമാണ് അഹിംസ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നല്ല ഹിസ്ബുൾ ഇതുവരെ കുഴപ്പമില്ലാത്ത പൊസിഷനിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഉറക്കം കെടുത്തുമായിരുന്നു ഇസ്രായേലിനെ. ഇപ്പോൾ എന്ന് വെച്ചാൽ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്.
ഇനി ഇവർക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവന്മാർ കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതായത് ഹമാസ് കളത്തിൽ നിന്ന് പോയി കയറി വന്നത് ഹിസ്ബുള്ളയാണ്. ആണ്. പക്ഷെ ആ ഹിസ്ബുള്ളയെ അല്ലല്ല അവര് ബാക്കിയും തൂക്കും. അവര് അടുത്തിന് ഇപ്പൊ സിറിയയിലെ അസദിന്റെ ഭരണകൂടത്തെ അവർ ലക്ഷ്യമിടും. അസദിനെ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലാണ്. IS ഉണ്ട് അവിടെ. IS എന്ത് ചെയ്യണം, അസദിന് എന്ത് ചെയ്യണം, ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും. അവർ ആക്ട് ചെയ്യുമ്പോൾ നമുക്കത് ക്ലാരിറ്റി കിട്ടുള്ളൂ. അത് ഇനിയിപ്പോൾ അതിൻ്റെ ലേസർ ബോംബാണോ, അത് ജനകീയ പ്രക്ഷോഭമാണോ, എന്തായിരുന്നു അറിയില്ല നമുക്ക്. ഇവർ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്കെതിരെ നടന്നത് ഭീകര പ്രവർത്തനമാണ് എന്നാണ് ഹിസ്ബുള്ളയുടെ തലവൻ പറഞ്ഞിരിക്കുന്നത്. ഹസൻ നസറുള്ള പറഞ്ഞിരിക്കുന്നത് ലെബനാന്റെ പരമാധികാരത്തിനും ജനങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണിത്. പൊട്ടിത്തെറികൾ എന്ന് പറയുന്നത് മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിച്ചത്. പല പേജറുകളും ഓഫായിരുന്നു, അതുപോലെ തന്നെ പ്രവർത്തിക്കാത്തതായിരുന്നു. അതുകൊണ്ടാണ് അത് സംഭവിക്കാതെ പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ആ പേടി അദ്ദേഹത്തിനുണ്ട്. പേടി അത് നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, ഇത് ഇവന്മാർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവന്മാർ ഏത് ലോകത്ത് ഇവന്മാർ ഈ മീഡിയ വൺ ചാനലെ കണ്ടാണ് ജീവിക്കുന്നത്. മൊസാദിനെ പറ്റി ഒരു ധാരണ ഇവർക്കില്ലേ? ഇവര് മീഡിയ വൺ കാണുന്നുണ്ടാവും. എനിക്കറിയില്ല. അത് കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് മൊസാദ് തകർന്നു, ഇസ്രായേൽ തകർന്നു, അമേരിക്ക തകർന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത് മാത്രം കേട്ടാൽ. ഞാൻ വെറുതെ ഞാൻ കേൾക്കാറുണ്ട്. നേരത്തെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം കേൾക്കുന്ന ആളാണ്. ഞാൻ എല്ലാ സാധനങ്ങളും അതുകൊണ്ടാണ് ഞാനത് കൃത്യമായി കോട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിലും ട്രെയിനിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കാണില്ല, കേൾക്കും. ഇപ്പോൾ മാത്യു സാമുവൽ, TG മോഹൻദാസ്, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പിള്ളേരുടെ റീൽസ് എല്ലാം സീരിയലുകൾ, സിനിമകൾ, വെബ് സീരീസ്, അതെല്ലാം എനിക്ക് താല്പര്യമുള്ളതാണ്. ഞാൻ കേട്ടോണ്ടിരിക്കുകയും ചെയ്യും. അപ്പം എല്ലാ ജോണറിലും പെട്ട സാധനം കേൾക്കും. അപ്പം അങ്ങനെ അപ്പം എനിക്കൊന്ന് അതാണ് അവർ കേട്ടോണ്ടിരിക്കുന്നത്. അത് കേട്ടാൽ എനിക്ക് ഇപ്പം തീർന്നു. ഇപ്പം പിണറായി വിജയനെ തീർക്കുക എന്നുള്ളതാണ് അവരുടെ പുതിയ അജണ്ട കേരളത്തിൽ. പിണറായി ഇനി പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിങ്ങനെ തീരില്ല യുദ്ധം. അവർ യുദ്ധം നിർത്തില്ല. നിങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശോകനെ പറയും ഇനി യുദ്ധം വേണ്ട, നിങ്ങൾ തീരുമാനിച്ചാൽ അതിന് വിലയുണ്ട്. നിങ്ങൾ തോറ്റു നാളെ കല്ലത്തിന് യുദ്ധം വേണ്ടെന്ന് പറഞ്ഞാൽ ആരെയും വിലക്കാൻ പോകുന്നുണ്ട്. അതെ, ആരും വിശ്വസിക്കുകയില്ല. അതാണ് കാര്യം. അടിക്കാനുള്ളത് അവർ കയറി അടിച്ചു. അതെ, അത് വളരെ ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അടിച്ചു. ഇവരെന്ത് ഉപയോഗിക്കും? ഫോൺ ഉപയോഗിക്കും. ഈ ആധുനിക യുദ്ധത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങളില്ലാതെ താലിബാനായി ജീവിക്കേണ്ടി വരും. താലിബാൻ ഇനി കളിക്കില്ല. തന്നെ ഇപ്പോഴുള്ള താലിബാൻ എന്ന് വെച്ചാൽ അമേരിക്കൻ്റെ റിമോട്ട് കൺട്രോളാണ്. അതുപോലെ ഇന്ത്യക്കാരൻ്റെ തല വെട്ടിയെങ്കിലൊക്കെ ഉള്ളൂ, അല്ല അമേരിക്കക്കാരൻ്റെ തലൊന്നും ഇനി വെട്ടാൻ പോകുന്നില്ല. ഇസ്ലാം എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളാത്ത ഈ പിന്തിരിപ്പന്മാരുടെ നൂറ്റാണ്ടുകൾ പിറകെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം CIA-ക്കുണ്ട്, മൊസാദിനുണ്ട്. അതിനുവേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പോഴുള്ള താലിബാനും. മുമ്പ് താലിബാൻ അവർ തന്നെ പ്രൊമോട്ട് ചെയ്തത്. പിന്നെ ഇതും IS-ഉം. താലിബാനെ അവരായിരുന്നല്ലോ മറ്റേ സോവിയറ്റ് യൂണിയൻ അവർ ഡയറക്റ്റ് പ്രൊമോട്ട്, IS-നെ രഹസ്യമായിട്ടാണ് പ്രൊമോട്ട് ചെയ്തത്. അപ്പം അതേസമയം ഇസ്ലാമിൻ്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ഫോമാണ്, കുറച്ചുകൂടി മോഡേൺ ആണ് എന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ ഹമാസും ഇസ്ലാമിക് ബ്രദർഹുഡും ഇറാനും ഹിസ്ബുള്ളയൊക്കെ കൊടുക്കുന്നത്. അതിനൊന്നും ഇവർക്ക് ഇഷ്ടമില്ല. അതിൽ ആ പാടുള്ള വയലൻസിന് മാത്രമേ ഇവർ അപ്ഹോൾഡ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? അവർ ഉദ്ദേശം ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ള ഭീകര ഉദ്ദേശങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അവർ ഈ താലിബാൻ ഇസ്ലാമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇറാന്റെ സൈന്യത്തിൽ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഹിസ്ബുള്ള എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. ഈ താലിബാനുകളെ പോലെ അല്ല, മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ഹമാസ് നേതാക്കന്മാരൊക്കെ മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകളാണ്. പക്ഷെ അതിനെ അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ തീവ്രവാദത്തിന്റെ പുറത്ത് മാത്രമല്ല, അവർ താലിബാനെ വേണം. എന്താണ് താലിബാൻ? ഇസ്ലാമിന്റെ ബേസ്റ്റ് ഫോമാണ്. അതുപോലെ IS ഇസ്ലാമിന്റെ ഏറ്റവും ഭീകരമായ രൂപമാണ്. അപ്പൊ ഇസ്ലാം എന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകളെ ഈ ലോകത്തിൽ നിന്ന് നിരക്കാത്ത ഒരു മാനസിക രോഗാന്ന് വരുത്തി തീർക്കണം. അതിന് ഇത്തരം സാധനങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല പിന്നെ അതേസമയം തന്നെ ഈ പറയുന്ന ലിബറൽ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ പുറത്ത് വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്യും, ഉള്ളിൽ ഇവർ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ളവരെയാണ് ഈ IS-നെയൊക്കെ. പിന്നെ ഇവർക്ക് ഭീഷണിയാണ്. ആര്? പിന്നെ ഈ പറഞ്ഞ ഹിസ്ബുള്ള, ഹമാസൊക്കെ അവന്മാർക്ക് ഭീഷണിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വെച്ചാൽ അവന്മാരെ ഫിനിഷ് ചെയ്യും. അല്ല, അവന്മാരെ ഫിനിഷ് ചെയ്യുന്നവരാണെങ്കിൽ നല്ലതാണ്. പുരോഗതി വന്നാലും ബേസിക്കലി വിഷമാണ്. അപ്പൊ അതുകൊണ്ട് അവന്മാരെ ഫിനിഷ് ചെയ്യും. പക്ഷെ അവർ താലിബാനെ IS-നെ അവർ ഫിനിഷ് ചെയ്യില്ലല്ലോ. ഇല്ല, നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഇസ്ലാമിനെ പറ്റി ലോകത്ത് മൊത്തം ഭയങ്കര നെഗറ്റീവ് സാധനം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാണ് ഇസ്ലാം എന്ന് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ബാഗ്ദാദി കൊല ചെയ്യപ്പെടുമ്പോൾ ആളുകൾ ഇവിടെ ഇരുന്ന് കരയണം. നമ്മളൊക്കെ പറയുന്നത് ഇസ്ലാം അങ്ങനെയല്ലാന്നും അത് വേറൊരു വേർഷനാണെന്നും ഇസ്ലാം എല്ലാവരും ഒത്തുപോകാനുള്ള ഓപ്ഷൻസും ഇസ്ലാമിലുണ്ടെന്നും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആളുകൾ അത് വിശ്വസിക്കില്ല. അപ്പോൾ നമ്മളൊക്കെ ഹിന്ദു പക്ഷപാതിയാക്കും.
അല്ല ഇവനും ബേസിക്കലി ഹിന്ദു, ഞാനും ഹിന്ദുവാണ് ബേസിക്കലി, ഈ പറയുന്നവനും ഹിന്ദുവാണ്, പക്ഷെ അവനറിയില്ല അവൻ ഹിന്ദു എന്നുള്ള കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊക്കെ, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യിക്കില്ല, നമുക്കറിയാലോ ഇതിൻ്റെ ഒരു ഗെയിം എന്താ. അപ്പം ഇത് ഈ യുദ്ധം അങ്ങനെ തീരില്ല, അതവരുടെ വ്യാമോഹമാണ്.